നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് സിഗ്നൽസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സിഗ്നൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഐദർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഓർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അത് അതിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ടൈം സിഗ്നലോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ അതിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. ഈ പറയുന്ന 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരാം. ഓക്കെ, അപ്പോൾ ആ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സിഗ്നൽ എന്നും പറയും ഇതിന്. അതാണ് ഫസ്റ്റ് വൺ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽ, ദെൻ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ, എനർജി ആൻഡ് പവർ സിഗ്നൽ ആൻഡ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ വരുന്ന ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽ. എന്താണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ അതല്ലെങ്കിൽ എന്താണ് റാൻഡം സിഗ്നൽ എന്ന് പറയുന്നത്? ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് if a signal exhibits no uncertainty of value at any given instant of time and its instantaneous value can be accurately predicted by mathematical equation, then it is called deterministic signal. അതായത് ആ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ്സ് എനി അൺസർട്ടിനിറ്റി അബൌട്ട് ഇറ്റ്സ് വാല്യൂ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. നമ്മൾ ഏതൊരു ഇൻസ്റ്റൻറ്റ് എടുക്കുകയാണെങ്കിലും ആ സിഗ്നലിന് എന്താണ് അതിൻ്റെ വാല്യൂ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ പറയുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് എ സൈൻ ഒമേഗ ടി സിനുസോയ്ഡൽ ഫംഗ്ഷൻ. അതിന് നമ്മൾ ഏത് ഇൻസ്റ്റൻറ്റ് എടുത്താലും അത് വെൽ ഡിഫൈൻഡ് ആണ്. അതിൻ്റെ ഒക്കറൻസിനെ കുറിച്ചിട്ട് യാതൊരു അൺസർട്ടനിറ്റിയും ഇല്ല. ഓക്കെ, സിനുസോയ്ഡൽ സിഗ്നലിലെ എക്സാമ്പിൾ. ദെൻ അതിൻ്റെ വേറെ കാറ്റഗറി വരുന്നതാണ് റാൻഡം സിഗ്നൽ എന്ന് പറയുന്നത്. എന്താണ് റാൻഡം സിഗ്നൽ? ഇറ്റ് ഈസ് എ സിഗ്നൽ ക്യാരക്ടറൈസ്ഡ് ബൈ അൺസർട്ടനിറ്റി ബിഫോർ ഇറ്റ്സ് ആക്ച്വൽ ഒക്കറൻസ്. അതായത് ആ സിഗ്നലിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഒരു ഇൻസ്റ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, അല്ലെങ്കിൽ അത് ഒരു വെൽ ഡിഫൈൻഡ് ഫങ്ഷൻ ആയിരിക്കില്ല. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ പറയുന്നതാണ് റാൻഡം സിഗ്നൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ നോയ്സ് സിഗ്നലാണ്. അതായത് നോയ്സ് സിഗ്നൽ നമുക്കറിയാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ കാണിക്കുന്ന സിഗ്നൽ നോയ്സ് ആയിരിക്കില്ല അടുത്തതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ പറയുന്നതാണ് റാൻഡം സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഓർ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നലാണ്. എന്താണ് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്? എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈസ് സെറ്റ് ടു ബി പീരിയോഡിക് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി ഫോർ ഓൾ ടി. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പീരിയോഡിസിറ്റിയുടെ കണ്ടീഷനാണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നൽസിനെ നമ്മൾ എന്ത് പറയും? പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയും. ഇതിനകത്ത് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് നമ്മളെ ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ? ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ടി ദാറ്റ് സാറ്റിസ്ഫൈസ് ദ എബോവ് കണ്ടീഷൻ ഈസ് കോൾഡ് ഫണ്ടമെന്റൽ പീരീഡ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് നമുക്കറിയാം ടൈം പീരീഡിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ടി, ക്യാപിറ്റൽ ടി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു സൈൻ വേവ് ആണ്, നിങ്ങൾക്കറിയാം. ഈ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഒരു സൈക്കിൾ എവിടെ തൊട്ട് എവിടെ വരെ വരുന്നത്? ഒരു പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും, അതായത് 0 തൊട്ട് 4 വരെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ വരുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ ഈ ടൈം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നത്? അതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നലിനെ നമ്മൾ എന്ത് പറയുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ ആ സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞിട്ടാണോ ആ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ പീരീഡ്. നമ്മൾ അതല്ലെങ്കിൽ സിമ്പിളി അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എത്ര, അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു സൈനുസോയ്ഡൽ സിഗ്നലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ഫണ്ടമെന്റൽ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്താ വരുന്നത്? ടി ഈക്വൽ ടു 4 അല്ലേ. 4 ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞാലാണ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്ര വരുന്നത്? ടി ഈക്വൽ ടു 4. ഇനി ഇത് നമുക്ക് ഈ കണ്ടീഷൻ, ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അറ്റ് ടി ഈക്വൽ ടു 0
എക്സ് ഓഫ് സീറോ ഈക്വൽ ടു എക്സ് ഓഫ് സീറോ അല്ലേ, വാല്യൂ 0, ടി ഈക്വൽ ടു 0 അല്ല, വാല്യൂ 0. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ ടി ഈക്വൽ ടു 4 ആണ് അല്ലേ, ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ഇൻ്റർവെല്ല്, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഇൻ്റർവെല്ല്, അതിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ എന്താ, എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി. ഫോർ എക്സാമ്പിൾ ടി ഈക്വൽ ടു 0 എടുക്കുക, സ്മോൾ ലെറ്റർ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് വരും, എക്സ് ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് ക്യാപിറ്റൽ ടി. ഹിയർ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 4, ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 4. എക്സ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ, ഈ ഫിഗറിൽ നോക്കുക, എക്സ് ഓഫ് 4 എന്താ, 4 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലെ വാല്യൂ, എക്സ് ഓഫ് 4ന്റെ വാല്യൂ എന്താ 0. അപ്പം നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ കൂടി നോക്കാം, ടി ഈക്വൽ ടു 1. ടി ഈക്വൽ ടു 1 ഇതിന്റെ വാല്യൂ എന്താ 1 ആണ് അല്ലേ. ടി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ദാറ്റ് ഈസ് എക്സ് ഓഫ് 1. എക്സ് ഓഫ് 1 എന്തായിരിക്കും, ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, എക്സ് ഓഫ് 1 പ്ലസ് ടി, ദാറ്റ് ഈസ് എക്സ് ഓഫ് 1 പ്ലസ് 4, ദാറ്റ് ഈസ് എക്സ് ഓഫ് 5 ആയിരിക്കണം. ആണോ നോക്കാം, ഫിഗറിനകത്ത് നോക്കാം. എക്സ് ഓഫ് 1ന്റെ വാല്യൂ എന്താ 1 ആണ് അല്ലേ. അതുപോലെ എക്സ് ഓഫ് 5ന്റെ വാല്യൂ എന്താ 1 ആണ്. അതായത് നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് സിഗ്നൽ ഈസ് എ പീരിയോഡിക് സിഗ്നൽ ഓർ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ കേസ് പറയുന്നത്, അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഈസ് സെഡ് ടു ബി പീരിയോഡിക് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് the condition x of n equal to x of n plus capital N for all n. അപ്പോൾ ഇതാണ് അവിടെ എന്താ പ്രത്യേകത, എന്താ അല്ല വ്യത്യാസം എന്താ വരുന്നത്, സ്മോൾ ലെറ്റർ ടിക്ക് പകരം സ്മോൾ ലെറ്റർ എൻ ആയിരിക്കും, ക്യാപിറ്റൽ ടിക്ക് പകരം ക്യാപിറ്റൽ എൻ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ എബോവ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ പീരിയഡ്. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എൻ, മറ്റേടത്ത് ക്യാപിറ്റൽ ടി. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എക്സ് ഓഫ് എൻ ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എൻ. ഏതെങ്കിലും ഇൻസ്റ്റന്റ് എടുത്ത് നോക്കാം. അറ്റ് എൻ ഈക്വൽ ടു 0, സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 0 നോക്കാം. സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമ്മളെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് വരും, സ്മോൾ എക്സ് ഓഫ് 0 ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് ക്യാപിറ്റൽ എൻ. ഇവിടെ ക്യാപിറ്റൽ എൻ എന്താ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഇന്റർവെല്ലാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴാ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, 0ലെ വാല്യൂ 0, 1ൽ 1, 2ൽ 2 ആൻഡ് 3ൽ 1ൽ 3, 2ൽ 2, 3ൽ 1, ദെൻ അഗെയിൻ 4ൽ 0, 5ൽ 3. അപ്പോൾ ഏതായിരിക്കും നമ്മൾ ടൈം പീരീഡ്, അതായത് ഇതുവരെ ഒരു സീക്വൻസ്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സൈക്കിള്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സൈക്കിള് അല്ലേ. അപ്പം ഇതായിരിക്കും നമ്മുടെ എന്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എത്ര വരുന്നത്, 1 2 3 4, ദാറ്റ് ഈസ് 4. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എക്സ് ഓഫ് 0 ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് 4. എക്സ് ഓഫ് 0 പ്ലസ് 4 മീൻസ് എക്സ് ഓഫ് 4. എക്സ് ഓഫ് 4ന്റെ വാല്യൂ എന്താ ഇവിടെ 0 ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ അടുത്തത് നോക്കാം. എക്സ് ഓഫ് 0 പ്ലസ് 4 കഴിഞ്ഞ് അടുത്തത് 8 വരുന്നത്. ഓക്കെ, അതുപോലെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എക്സ് ഓഫ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 പ്ലസ് 4, ദാറ്റ് ഈസ് എക്സ് ഓഫ് 5 നോക്കാം. എക്സ് ഓഫ് 5ന്റെ വാല്യൂ എന്താ, എക്സ് ഓഫ് 1ന്റെ വാല്യൂ എന്താ 3 അല്ലേ. എക്സ് ഓഫ് 5ന്റെ വാല്യൂ എന്താ 3. അപ്പോൾ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ദ ഗിവൺ സിഗ്നൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ലെറ്റ് നമ്മൾ ഒരു ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു ഒറ്റ സിഗ്നലായിട്ടുള്ളത് തരിക. അധികം നമുക്ക് കോമ്പിനേഷൻ ഓഫ് പീരിയോഡിക് സിഗ്നൽസ് ആണ് തരിക. അപ്പോൾ അതിനകത്ത് ലെറ്റ് x1 of t is a periodic with fundamental period capital T1 and x2t is a periodic with fundamental period capital T2. Hence, the sum of above signal is x1 of t plus x2t is periodic. എപ്പോഴാണ് കണ്ടീഷൻ? ഇഫ് ക്യാപിറ്റൽ T1 by T2 ഈസ് എ റാഷണൽ നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ നമുക്കറിയണം. അതായത് x1 of t മാത്രമാണെങ്കിൽ നമുക്ക് പീരിയോഡിക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സം ഓഫ് 2 or more സിഗ്നൽസ് വരികയാണെങ്കിൽ അത് പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്ന 2 സിഗ്നൽസിൻ്റെ കേസാണ് പറയുന്നത്.
അതിൻ്റെ റേഷ്യോ, രണ്ടെണ്ണത്തിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെയാണ് റൂട്ട്, പൈ, അതൊന്നും റാഷണൽ നമ്പേഴ്സ് അല്ല. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ? x1 of n is periodic with fundamental period capital N1, x2n is periodic with fundamental period capital N2. Hence the sum of above signal is x1 of n plus x2n is periodic if capital N1 by capital N2 is a rational number. റേഷ്യോ എടുത്ത് നോക്കുക. റേഷ്യോ എടുത്തത് റാഷണൽ നമ്പർ ആണെങ്കിൽ പീരിയോഡിക്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ പീരിയോഡിക് ഓർ അപീരിയോഡിക്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. Find the signal is periodic or not. If periodic, find the fundamental period. Where x of t is 2 cos 10t plus 1 minus sin 4t minus 1. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളത്. പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 സിഗ്നൽസ് ആണ് വരുന്നത് അല്ലേ? ഒരെണ്ണം കൊസൈൻ ഫംഗ്ഷനും ഒരെണ്ണം സൈൻ ഫംഗ്ഷനുമാണ് അല്ലേ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് ഫോമിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ടിനെ നമ്മൾ x1 of t എന്ന് പറഞ്ഞ് കൊടുക്കുക, രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ x2t എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, സൈൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മൈനസ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ്സോ മൈനസോ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ സിഗ്നലിനെ നമ്മൾ x1 of t എന്ന് പറഞ്ഞ് കൊടുക്കും, രണ്ടാമത്തെ സിഗ്നലിനെ നമ്മൾ x2t എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം x1tയുടെ പീരീഡ് കണ്ടുപിടിക്കും, അതിന് നമ്മൾ t1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. രണ്ടാമത് x2tയുടെ പീരീഡ് കണ്ടുപിടിക്കും, അതിന് നമ്മൾ t2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ഇനി ഇവിടെ സം ഓഫ് 2 സിഗ്നൽസ് ആണല്ലോ, സം ഓർ ഡിഫറൻസ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കും. റേഷ്യോ റാഷണൽ നമ്പർ ആണെങ്കിൽ പീരിയോഡിക്, അതർവൈസ് നോൺ പീരിയോഡിക്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പീരീഡ് കാണണം അല്ലേ? t1ഉം t2ഉം കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണിത് കണ്ടുപിടിക്കുക? നമ്മൾ എലമെൻ്ററി സിഗ്നൽസിൽ സൈൻ സിഗ്നലും കോസ് സിഗ്നലും ഒക്കെ സിനുസോയ്ഡൽ സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ സിനുസോയ്ഡൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. കോസ് ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി പ്ലസ് 5. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അതിനകത്ത് ഒമേഗ ഈക്വൽ ടു 2π ബൈ ക്യാപിറ്റൽ ടി ഓർ ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് x1 of t x2t ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് x1 of t കമ്പയർ ചെയ്യാം. കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ഫോം വി ഗെറ്റ് രണ്ട് ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്യാം. ആദ്യം x1 of t ആണ് കമ്പയർ ചെയ്യുന്നത്. രണ്ട് ഇക്വേഷൻ ഇതാണ് നമ്മൾ x1 of t എന്ന് പറയുന്നത് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തുമ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ ജനറൽ ഫോം എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. നിങ്ങൾ പഠിച്ചിട്ടില്ല. എ എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അത് നമുക്ക് ആവശ്യം വരുന്നില്ല. ദെൻ കോസ് ഒമേഗ ടി ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് എത്രയാണ്? പൈ അല്ലേ? പ്ലസ് 5യുടെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ 1 ഈക്വൽ ടു എന്ത് കിട്ടും? പൈ അല്ലേ? അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി ആണ്. അതായത് ഒമേഗ 1 ഈക്വൽ ടു 2π ബൈ t1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഫ്രം ദിസ് വി വിൽ ഗെറ്റ് t1 ഈക്വൽ ടു പൈ ബൈ 5. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സിഗ്നലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ദെൻ ഓരോന്നും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒമേഗ കണ്ടുപിടിക്കുക. ഒമേഗയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടി കണ്ടുപിടിക്കുക. അപ്പോൾ t1 കിട്ടി. അതുപോലെ കമ്പയർ സെക്കൻഡ് ഇക്വേഷൻ x2t വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. x2t ഏതാ? സൈൻ ഫംഗ്ഷൻ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് സൈൻ ഫംഗ്ഷൻ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഫ്രം ദിസ്
ഒമേഗ ഈക്വൾ ടു എന്ത് കിട്ടും? ഒമേഗ എന്ന് പറയുന്നത് ടിയുടെ കോഎഫിഷ്യൻ്റ് ആണ്. ഒമേഗ ഈക്വൾ ടു എന്ത് കിട്ടും? 4. ഫ്രം സെക്കൻഡ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് omega 2 equal to 4. That is 2 pi by t2. 2 pi by t2 equal to omega 2 equation in the 2 pi by t2 equal to 4. From this t2 equal to 2 pi by 4. That is pi by 2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? T1 ഉം T2 കിട്ടി. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. T1 by T2 എന്ന് പറയുന്നത് pi by 5 ഡിവൈഡഡ് ബൈ pi by 2. അപ്പോൾ ഡിവൈഡഡ് ബൈ ആകുമ്പോൾ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ pi by 5 ഇൻറ്റു 2 by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 5. 2 by 5 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണോ ഇറാഷണൽ നമ്പറാണോ? റാഷണൽ നമ്പറാണ്. ഇറാഷണൽ വരണമെന്നുണ്ടെങ്കിൽ പൈ സ്ക്വയർ റൂട്ട് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് വരുന്നത്. ദിസ് ഈസ് എ റാഷണൽ നമ്പർ. ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. Therefore, the given signal is periodic. ഇപ്പോൾ പീരിയോഡിക് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കണം. ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് ടി ഈക്വൽ ടു എന്ത് ചെയ്യുക? T1 by T2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 5. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ടി കണ്ടുപിടിക്കാൻ ഒന്ന് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇതങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 5t1 equal to എന്ത് കിട്ടും? 2t2. then substitute for t1 or t2. ഇതിനകത്ത് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ടിയുടെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ t1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 into pi by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into pi by 2. അപ്പോൾ ഇതിനകത്തുനിന്ന് 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു എന്ത് കിട്ടും? പൈ. ഇതിനകത്തുനിന്നാണെങ്കിലും എന്താ കിട്ടുക? ടി ഈക്വൽ ടു പൈ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താലും മതി, പക്ഷെ അത് തെറ്റിപ്പോവാതിരിക്കാനാണ് രണ്ടും എടുത്ത് കാണിച്ചിരിക്കുന്നത്. ടി ഈക്വൽ ടു 5t1 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2t2. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അത് പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു 3 cos 4t പ്ലസ് 2 sin 2πt. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന സിഗ്നലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. x1 ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി 3 cos 4t, x2t ഈക്വൽ ടു 2 sin 2πt. ദെൻ എന്ത് ചെയ്യണം? കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം എന്താ? സ്റ്റാൻഡേർഡ് ഫോം എന്താ? സിനുസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ആണെങ്കിൽ, സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. കോസ് ആണെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേതാ കോസൈൻ ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5യുടെ സ്ഥാനത്ത് ഒന്നുമില്ല, കുഴപ്പമില്ല. 5 ഈക്വൽ ടു 0 ആണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒമേഗ 1 ഈക്വൽ ടു 4 അല്ലേ? ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഒമേഗ 1 ഈക്വൽ ടു 4. അതിനകത്തുനിന്ന് T1 ഈക്വൽ ടു എന്ത് കിട്ടും? 2 pi by 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു pi by 2. ഒമേഗ ഈക്വൽ ടു എന്താ? 2 pi by t ആണ്. ഫ്രം ദിസ് ടി ഈക്വൽ ടു 2 pi by omega. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ എന്ത് കിട്ടും? ഫ്രം x2 വി വിൽ ഗെറ്റ് കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം സൈൻ ഫംഗ്ഷൻ ആണ് അല്ലേ? ഒമേഗ 2 ഈക്വൽ ടു എന്ത് കിട്ടും? 2 pi. ഇവിടെ ഒരു പൈ കൂടി ഉണ്ട്. 2 pi. ടിയുടെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഒമേഗ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒമേഗ 2 ഈക്വൽ ടു 2 pi കിട്ടി. ഫ്രം ദിസ് T2 ഈക്വൽ ടു 2 pi by 2 pi ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യണം? T1 ഉം T2 കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ T1 by T2 ഈക്വൽ ടു എന്താ? pi by 2 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു pi by 2. പൈ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ. therefore ഇറ്റ് ഈസ് നോട്ട് എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം പീരിയോഡിക്കിൻ്റെയും ഒരെണ്ണം നോൺ പീരിയോഡിക്കിൻ്റെയും എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇ റേസ് ടു j 2 pi n by 3 പ്ലസ് ഇ റേസ് ടു j 3 pi n by 4.
ഇത് ഏത് സിഗ്നൽസാ? എക്സ്പോണൻഷ്യൽ സിഗ്നലാണ് അല്ലേ? അപ്പോൾ എക്സ്പോണൻഷ്യൽ സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. Therefore x of n equal to e raised to j omega n, where omega equal to 2 pi by capital N, or n equal to 2 pi by omega into m. ഇവിടെ ഡിസ്ക്രീറ്റിൽ ചെയ്യുമ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളൊരു എം എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്നിൻ്റെ ഇക്വേഷൻ ഇതാണ് 2 pi by omega ഇൻറ്റു ഒരു എം എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് കൂടി ഉണ്ടാവും. കണ്ടിന്യൂസ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തന്നിരിക്കുന്ന സീക്വൻസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. x1 ഓഫ് എന്നും x2 ഓഫ് എന്നും. ആദ്യത്തെ ഫംഗ്ഷനെ x1ഉം രണ്ടാമത്തെ ഫംഗ്ഷനെ x2 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? omega1 കണ്ടുപിടിക്കണം, omega2 കണ്ടുപിടിക്കണം, അതിനുശേഷം n1ഉം n2ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വരുന്നു omega1. ആദ്യത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? omega1 equal to 2 pi by 3 കിട്ടും. ദാറ്റ് ഈസ് n1 equal to 2 pi by omega1 ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് m. അത് മറക്കരുത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi by omega1 എന്താ? 2 pi by 3 ആണ്. 2 pi ക്യാൻസലായി ബാക്കി 3 ഇൻറ്റു എം എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എമ്മിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? എമ്മിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ തന്നിരിക്കുന്നതിനെ ഒരു പെർഫെക്റ്റ് ഇൻറ്റിജറായിട്ട് മാറ്റാൻ കഴിയണം. ഓക്കെ, പെർഫെക്റ്റ് ഇൻറ്റിജറായിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെയുള്ള എമ്മിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 3 ഇൻറ്റു എം. അപ്പോൾ എമ്മിന് ഏത് ചെറിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് ഇതൊരു ഇൻറ്റിജർ ആവുന്നത്? ഇൻറ്റിജർ എന്ന് പറയുന്നത് ഡെസിമൽസ് ഇല്ലാണ്ട്, ഫ്രാക്ഷൻസ് ഇല്ലാത്തത് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എം ഈക്വൾ ടു ഏത് കൊടുത്താൽ മതി? എം ഈക്വൾ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൾ ടു 3. 3 ഈസ് എ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കേസിൽ ഫ്രാക്ഷൻസ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിലപ്പോൾ 2/5 വരും. നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ n1 ഈക്വൾ ടു 2/5 വരും ആണെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന് ഫ്രാക്ഷണൽ വാല്യൂസ് എടുക്കാറില്ല. നമ്മൾ ഇൻറ്റിജേഴ്സ്, നമ്മൾ ആക്സസ് വരയ്ക്കുമ്പോൾ ബേസിക് ഓപ്പറേഷൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 0, 1, 2, 3, -1, -2, -3 അങ്ങനെയുള്ള ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ടൈം പീരീഡിനെ ഇൻറ്റിജറാക്കി മാറ്റണം. ഇൻറ്റിജറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏത് വെച്ചുകൊണ്ട്, ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ ഇപ്പോൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? എമ്മിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ ഏത് വരും? 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് വരും? 2 ഇൻറ്റു 5, 2/5 ഇൻറ്റു 5. ഈ 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2. ഇനി നമുക്ക് വേണമെങ്കിൽ 10 വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇവിടെ 2, പക്ഷെ അപ്പം നമുക്ക് കിട്ടുന്നത് ഫണ്ടമെൻ്റൽ പീരീഡ് ആവില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് വി ഹാവ് ടു ചൂസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എം സച്ച് ദാറ്റ് വി വിൽ ഗെറ്റ് എൻ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് omega2 രണ്ടാമത്തേന്ന് ഫ്രം x2 of n we will get omega2 equal to 3 pi by 4. അത് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും ഇക്വേഷൻ വെച്ചിട്ട് 3 pi by 4. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടണം? n2 equal to 2 pi by omega2 ഇൻറ്റു എം. ഡിസ്ക്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത ആണ്, ഇത് എഴുതാൻ മറക്കരുത്, കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഓക്കെ, 2 pi by 3 pi ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നോക്കുക, പൈ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഫോർമുലയിലോട്ട് വന്നാൽ 8/3. 8/3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണോ? അല്ല. അപ്പം നമ്മൾ അതിനെ ഇൻറ്റിജർ ആക്കണമെങ്കിൽ എമ്മിന് ഏത് വാല്യൂ കൊടുക്കണം? അപ്പം എമ്മിന് ഏത് സ്മോളസ്റ്റ് വാല്യൂ കൊടുക്കണം? m ഈക്വൽ ടു 3 കൊടുക്കണം. m ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 8/3 ഇൻറ്റു 1. m ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ 16/3. m ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എൻ ഇൻറ്റിജർ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇനി രണ്ടെണ്ണത്തിലും കൊടുക്കുന്ന എമ്മിൻ്റെ വാല്യൂ സെയിം ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? n1/n2 ചെയ്യണം. n1/n2 ഈക്വൽ ടു 3/8 കിട്ടും. ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ, ദെർഫോർ ഇറ്റ് ഈസ് പീരിയോഡിക് അല്ലേ? ഇനി ഇതിൻ്റെ പീരിയോഡിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ക്യാപിറ്റൽ N ഈക്വൽ ടു എന്ത് ചെയ്യണം? ക്യാപിറ്റൽ N ഈക്വൽ ടു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 8n1 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 3n2.
n1 എത്ര കിട്ടിയിരിക്കുന്നത് 3 ആണ്. 8 × 3 ഓർ 3 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു 25. അതായത് n2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 3 × 8, n1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 8 × 3. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് n-ന്റെ വാല്യൂ കിട്ടും. n ഈക്വൽ ടു 24. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ദ എബോവ് സിഗ്നൽ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. എക്സ് ഓഫ് n ഈക്വൽ ടു 12 cos 20n. എന്താ ചെയ്യേണ്ടത്? കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം എന്താണ് എഴുതുക? സ്റ്റാൻഡേർഡ് ഫോം ഏതാ? എക്സ് ഓഫ് n ഈക്വൽ ടു, ഇത് ഡിസ്ക്രീറ്റ് ആണ്, അപ്പോൾ എന്ത് വരും? a cos ഒമേഗ n പ്ലസ് 5. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം വരുന്നത്. ഓക്കെ, a cos ഒമേഗ n പ്ലസ് 5. ഇവിടെ 5 ഇല്ല, 5യുടെ വാല്യൂ 0 ആണ്. ഒമേഗ എന്ത് കിട്ടും? ഇവിടെ ആകെ ഒരൊറ്റ സിഗ്നലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ഒമേഗ എന്ത് വരും? ഒമേഗ ഈക്വൽ ടു 20. ദാറ്റ് ഈസ് n ഈക്വൽ ടു 2π ഒമേഗ ഇൻറ്റു m. 2π/20 ഇൻറ്റു m. ദാറ്റ് ഈസ് ഈക്വൽ ടു π/10 ഇൻറ്റു m. ഇനി നിങ്ങൾ എമ്മിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റീജർ ആക്കണമെങ്കിൽ എമ്മിന് വാല്യൂ കൊടുക്കണം. ഇവിടെ നമ്മൾ ഓക്കെ, എമ്മിന് നമുക്ക് സ്മോളസ്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ m ഈക്വൽ ടു 1, 2 അപ് ടു 10 കൊടുത്തു കഴിഞ്ഞാലാണ് ഇതൊന്നും ക്യാൻസൽ ചെയ്യുക. സപ്പോസ് m ഈക്വൽ ടു 10 കൊടുത്തു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? π/10 ഇൻറ്റു 10 ദാറ്റ് ഈസ് പൈ കിട്ടും. പക്ഷേ ഈ പൈ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ കൊടുക്കുക? റാഷണൽ നമ്പർ അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഏത് ഫോർ എനി ഇൻറ്റീജർ വാല്യൂ ഓഫ് m n cannot be an integer, therefore signal is non periodic. ഇവിടെ റാഷണാലിറ്റി നമ്മൾ നോക്കണ്ട, റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് നോക്കണ്ട, കാരണം റേഷ്യോ അല്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എമ്മിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ക്യാപിറ്റൽ n എന്ന് പറയുന്നത് എന്തായില്ല? ഇൻറ്റിജർ വാല്യൂ ആവില്ല. കാരണം പൈ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. നമുക്ക് എന്താ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ പൈ ഷുഡ് ബി ആൻ ഇൻറ്റിജർ വാല്യൂ. ദെർഫോർ ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ. സപ്പോസ് ഇതിന് പകരം 12 cos 20 t ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. സപ്പോസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 12 cos 20 t ആണെന്ന് വിചാരിക്കുക. 20t നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു 20. ഒമേഗ 20 കിട്ടിക്കഴിഞ്ഞാൽ ടി എന്ത് വരും? 2π/20 ദാറ്റ് ഈസ് π/10. ഇത് പീരിയോഡിക് ആണോ അല്ലയോ? പീരിയോഡിക് ആണോ അല്ലയോ? ഇത് പീരിയോഡിക് ആണ്. കാരണം എന്താ? ദിസ് ഈസ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് ടിയുടെ വാല്യൂ എന്താവണമെന്ന് നിർബന്ധമല്ല, ഇൻറ്റീജർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. π/10 ആവാം. ഓക്കെ, നമ്മൾ സിനുസോയിഡൽ സിഗ്നൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർവെല് പൈ, 2π, അതല്ലെങ്കിൽ π/2, 2π/2, പൈ, 2π/2 അങ്ങനെയുള്ള ഇൻ്റർവെൽസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ π/10 വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഡിസ്ക്രീറ്റിൽ n ഷുഡ് ബി an ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, അത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ. എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈസ് സെറ്റ് ടു ബി ഈവൻ. എന്താണ് ഒരു സിഗ്നൽ ഈവൻ ആവാനുള്ള കണ്ടീഷൻ? ഇതാണ്, എക്സ് ഓഫ് -t ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് +t. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേതൊരു കൊസൈൻ വേവ് ആണ് അല്ലേ? ഇതിൻ്റെ നോക്കുക, പോസിറ്റീവ് ടിയിൽ വരുന്ന വേവ് ഫോമും നെഗറ്റീവ് ടിയിൽ വരുന്ന വേവ് ഫോമും എന്താണ്? സെയിം ആണ് അല്ലേ? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് സെയിം ആണ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻ്റ് എടുത്ത് ഇതൊരു വാല്യൂ ഒരു 0.5 ആണ് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ വാല്യൂ ആണ്. അതേപോലെ തന്നെ -1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.5 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് എക്സ് ഓഫ് -t ഈക്വൽ ടു എക്സ് ഓഫ് ടി. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ പറയുന്നതാണ് ഈവൻ സിഗ്നൽ. അപ്പോൾ എന്തായിരിക്കും ഓഡ് സിഗ്നൽ എന്ന് പറയുന്നത്? അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ഈവൻ സിഗ്നൽ ഈസ് സിമെട്രിക് ടു വെർട്ടിക്കൽ ആക്സിസ്. അതായത് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഇറ്റ് ഈസ് എ സിമെട്രിക് വേവ് ഫോം.
ഇനി എന്താണ് ഓഡ് സിഗ്നൽ ആവാനുള്ള കണ്ടീഷൻ? എ സിഗ്നൽ ഈസ് സെറ്റ് ടു ബി ഓഡ് സിഗ്നൽ ഇഫ് എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓഡ് സിഗ്നൽ. എക്സാമ്പിൾ ഇതാ നമ്മുടെ സൈൻ വേവ്. സൈൻ വേവ് നോക്കൂ, ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ സിഗ്നൽ പ്ലസ് ടിയിൽ കിട്ടുന്നത്, മൈനസ് ടിയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് 5 ആണ് ഇതെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? -5 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി അല്ല വരുന്നത്. അങ്ങനെയുള്ള സിഗ്നൽസിനെ നമ്മൾ പറയുന്നതാണ് ഓഡ് സിഗ്നൽ. ഓക്കെ. സിമിലർലി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനും ഡെഫിനിഷൻ ഉണ്ട്. ആൻഡ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ഈസ് സെറ്റ് ടു ബി ഈവൻ ഇഫ് എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ, ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഓഡ് ഇഫ് എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് എൻ. ഓക്കെ, ഇതാണ് ഓഡ് ആൻഡ് ഈവൻ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ഈവൻ സിഗ്നലിനുള്ള എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ +1 വാല്യൂ 1 ആണ്, -1 വാല്യൂ 1 ആണ്, +2 വാല്യൂ 2, -2 വാല്യൂ 2, +3 വാല്യൂ -1, -3 വാല്യൂ -1. ദാറ്റ് ഈസ് എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഓഡ് സിഗ്നലിന് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, +1 വാല്യൂ +1, -1 വാല്യൂ -1. അതായത് എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ അല്ലേ? എക്സ് ഓഫ് മൈനസ് എന്നിൻ്റെ വാല്യൂ എന്താ? -1. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ, ദാറ്റ് ഈസ് -1. എന്നത് ഇതിനകത്ത് വേവ് ഫോം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ഉണ്ട്, ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ്. പ്രോബ്ലം ചോദിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഈവൻ കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി. ആൻഡ് ഓഡ് കമ്പോണൻറ്റ് ഈസ് ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൻ്റെ കേസാണ്. അതുപോലെ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ എന്താ? ഇ ഓഫ് എൻ ഈസ് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ. എക്സ് ഓഡ് എൻ ഈസ് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി. ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഗിവൺ സിഗ്നൽ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം നിങ്ങൾ. ദെൻ എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ അറിയാം, ഈവൻ കമ്പോണൻറ്റിൻ്റെയും ഈ ഓഡ് കമ്പോണൻറ്റിൻ്റെയും ഇക്വേഷൻ അറിയാം. ഈവൻ കമ്പോണൻ്റ് ഇക്വേഷൻ എന്താ? ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ആണ് അല്ലേ? അപ്പോൾ എക്സ് ഓഫ് ടി നമുക്കറിയാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കണം. എക്സ് ഓഫ് മൈനസ് ടി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എക്സ് ഓഫ് ടിയിലെ ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ് ഓഫ് ടി എടുത്ത് എഴുതുക, ദെൻ എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കുക. എക്സ് ഓഫ് മൈനസ് ടി കണ്ടുപിടിക്കാൻ എക്സ് ഓഫ് ടിയിലെ ടിക്ക് പകരം മൈനസ് ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഓഫ് ടിക്ക് പകരം മൈനസ് ടി പ്ലസ് സൈൻ ഓഫ് മൈനസ് ടി പ്ലസ് കോസ് ഓഫ് മൈനസ് ടി ഇൻറ്റു സൈൻ ഓഫ് മൈനസ് ടി. ഓക്കെ, ഇനി കോസ് മൈനസ് തീറ്റ എന്താ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. കോസ് മൈനസ് തീറ്റ നിങ്ങൾക്കറിയാം, കോസ് തീറ്റ. സൈൻ മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. ഇത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കിയെന്ന് തന്നെ അറിയാം. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ എന്തുകൊണ്ടാണ്? അത് ഈവൻ സിഗ്നലാണ്. സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇത് എന്തുകൊണ്ടാണ്? ഇത് ഓഡ് സിഗ്നലാണ്. അത്രയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് മൈനസ് ടി ഈസ് കോസ് ടി, സൈൻ ഓഫ് മൈനസ് ടി ഈസ് മൈനസ് സൈൻ ടി, അഗൈൻ കോസ് ഓഫ് മൈനസ് ടി ഈസ് കോസ് ടി ആൻഡ് സൈൻ ഓഫ് മൈനസ് ടി ഈസ് മൈനസ് സൈൻ ടി. ആ മൈനസ് കൂടി ഇവിടെ വന്നു. ഇതാണ് എക്സ് ഓഫ് മൈനസ് ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ ഹാഫ് ഓഫ് ഇക്വേഷനകത്ത് എക്സ് ഓഫ് ടിക്കും എക്സ് ഓഫ് മൈനസ് ടിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി. ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹാഫ് ഓഫ് 2 കോസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ടി. ഇതാണ് ഈവൻ കമ്പോണൻറ്റ്. അതുപോലെ ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഓഡ് കമ്പോണൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ഇക്വേഷനകത്ത് എന്താ ഇക്വേഷൻ? ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. അപ്പോൾ ഹാഫ് ഓഫ്
എക്സ് ഓഫ് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. അപ്പോൾ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത്, ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ചെയ്യുക. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എക്സ് ഓഫ് മൈനസ് ടി എന്താ, കോസ് ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ മൈനസ് കോസ് ടി, ആ മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് സൈൻ ടി, ഇവിടെ പ്ലസ് കോസ് ടി സൈൻ ടി. ഓക്കെ, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, ഇത് ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ തെറ്റും എന്ന് തോന്നുന്നവർ മൈനസ് മൈനസ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഓഫ് മൈനസ് ടി എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. തെറ്റും അല്ലെങ്കിൽ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 സൈൻ ടി പ്ലസ് 2 കോസ് ടി സൈൻ ടി കിട്ടും. ഇതാണ് എക്സ് ഓഡ് ടി. ഇത്രയാണ് പ്രോബ്ലം ചോദിക്കാറ്, ഈവൻ കമ്പോണൻറ്റ് ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ. അടുത്ത പ്രോബ്ലം ഡിസ്ക്രീറ്റിൻ്റെ ആണ്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു -2 1 2 -1 3. ഫൈൻഡ് ദ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് തന്നിരിക്കുന്ന സീക്വൻസ് എഴുതുക. എക്സ് ഓഫ് എൻ ഈക്വൽ ടു -2 1 2 -1 3. ഇവിടെ ഏതിന് താഴെയാണ് ആരോ മാർക്ക് ഉള്ളത്? 2ന് താഴെയാണ്. ദാറ്റ് മീൻസ് n ഈക്വൽ ടു 0. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് n ഈക്വൽ ടു 0, ഇത് n ഈക്വൽ ടു പോസിറ്റീവ്, n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2. ഇവിടെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ n ഈക്വൽ ടു -1, n ഈക്വൽ ടു -2. ഇതാണ് നമ്മുടെ സീക്വൻസ് വരുന്നത് എക്സ് ഓഫ് n. ഇനി നമുക്ക് എക്സ് ഓഫ് മൈനസ് n കണ്ടുപിടിക്കണം. എക്സ് ഓഫ് മൈനസ് n നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ ആ സീക്വൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം, ഡയറക്റ്റ് എഴുതാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ എക്സ് ഓഫ് n എന്ന് പറയുന്നത് അതിന് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതായത് -2 1 2 -1 3. ഇതാണ് എക്സ് ഓഫ് n. ഇത് 0 1 2 -1 -2 എന്നിൻ്റെ വാല്യൂ അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? എക്സ് ഓഫ് മൈനസ് n കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ടൈം റിവേഴ്സലാണ് അല്ലേ. അതായത് പ്ലസ് എന്നിൽ കിട്ടിയത് മൈനസ് എന്നിൽ കിട്ടണം, മൈനസ് എന്നിൽ കിട്ടിയത് എന്ത് ചെയ്യണം? പ്ലസ് എന്നിൽ കിട്ടണം അല്ലേ. അതായത് എന്ത് ചെയ്താൽ മതി? 0യിലുള്ള വാല്യൂ അതുപോലെ തന്നെ ഇരിക്കും, 0യിലുള്ള വാല്യൂ 2 അത് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ +1ൽ കിട്ടിയത് എവിടെ കിട്ടണം? സോറി, ഇവിടെ +1ൽ കിട്ടിയത് എവിടെ കിട്ടണം? -1ൽ. ഓക്കെ, +2ൽ കിട്ടിയത് -2ൽ. ഇവിടെ -1ൽ കിട്ടിയത് +1ൽ, അതുപോലെ -2ൽ കിട്ടിയത് +2ൽ. ഇങ്ങനെ ഡയറക്റ്റ് സീക്വൻസ് എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് n ഈക്വൽ ടു 0 -2 -1 0 1 2. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ട് എക്സ് ഓഫ് മൈനസ് n പ്ലോട്ട് ചെയ്യാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം എക്സ് ഓഫ് എന്നിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തു. ദെൻ എക്സ് ഓഫ് മൈനസ് n ടൈം റിവേഴ്സൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ ചെയ്തില്ലേ, അതേ സംഭവം ചെയ്യാം. രണ്ട് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ ഒരു ലോജിക്ക് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? എക്സ് ഓഫ് n ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് ഓഫ് n പ്ലസ് എക്സ് ഓഫ് മൈനസ് n. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇൻസ്റ്റൻറ്റിനെയും വാല്യൂസ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യല്ലേ വേണ്ടത്. ഇപ്പോൾ ഈ സീക്വൻസ്, രണ്ട് സീക്വൻസസും എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? n ഈക്വൽ ടു -2 ടു n ഈക്വൽ ടു +2 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഓഫ് അതായത് n ഈക്വൽ ടു -2ലുള്ള രണ്ട് വാല്യൂസ് ആഡ് ചെയ്യണം, പ്ലസ് n ഈക്വൽ ടു -1ലുള്ള രണ്ട് വാല്യൂസ്, കോമ. അടുത്തത് n ഈക്വൽ ടു 0ലുള്ള രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക, കോമ. അങ്ങനെ നിരത്തി അങ്ങനെ എഴുതിയാൽ മതി. ഹാഫ് ഓഫ് ആദ്യം n ഈക്വൽ ടു -2, അതായത് 3 എക്സ് ഓഫ് n ഇതാണ് വരുന്നത്, -2 + 3. ഓക്കെ, അതായത് -2 + 3. അടുത്ത് വരുന്നത് n ഈക്വൽ ടു -1 ആണ്, 1 + -1. അടുത്തത് 0ലുള്ള കമ്പോണൻസ് ആണ് 2 + 2. അടുത്തത് 1ലുള്ള കമ്പോണൻ്റ് ആണ് -1 പ്ലസ്. അടുത്തത് 2ലുള്ള കമ്പോണൻറ്റ് 3 - 2. അങ്ങനെ കോമയിട്ട് സെപ്പറേറ്റ് എഴുതാം. എന്നിട്ട് ഇതിനെ സമ്മേഷൻ ചെയ്തതിന് ശേഷം ഹാഫ് ചെയ്യാം. ദെൻ
0th എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആരോ മാർക്ക് കാണിക്കുക. അത്രയും ചെയ്താൽ മതി. അത് ഈ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിലും ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യുക. സീക്വൻസ് എവിടുന്നാണ് ലെഫ്റ്റ് നിന്ന് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. എക്സ് ഓഫ് എന്നിലെയും എക്സ് ഓഫ് മൈനസിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അതായത് ഈവൻ കമ്പോണന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക, കോമ, അടുത്ത എലമെന്റ്സ് ആഡ് ചെയ്യുക, കോമ, അടുത്ത എലമെന്റ്സ് ആഡ് ചെയ്യുക, കോമ, ദെൻ നെക്സ്റ്റ് എലമെന്റ്. ഓക്കെ. ഇനി ഓഡ് കമ്പോണന്റ് കണ്ടുപിടിക്കുകയാണെങ്കിലോ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ ഇതാണ്, ഓരോ ഇൻസ്റ്റൻറ്റും എടുക്കുക. അത് കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് തന്നെ എടുക്കണം. ഓക്കെ, തിരിച്ചെടുക്കരുത്, അല്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. നമ്മൾ സീക്വൻസ് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ആ ഒരു കംപ്ലീറ്റ് ഇന്റർവെല്ലിൽ തന്നെ എടുക്കണം, അതേ ഓർഡറിൽ തന്നെ എടുക്കണം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അതല്ലെങ്കിൽ എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ വാല്യൂസ് ചെയ്യാൻ അത് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിലാക്കിയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഓഡ് കമ്പോണന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ അല്ലേ. അപ്പോൾ ആദ്യത്തത് ഇൻസ്റ്റന്റിലുള്ളത് നോക്കുക, -2 -3, -2 -3. അടുത്തത് നോക്കുക, അടുത്ത എന്താ വരുന്നത്? 1 -1. ഓക്കെ, 1 -1 ദാറ്റ് ഈസ് 1 + 1. അടുത്തത് എന്താ വരുന്നത്? 2 -2. ഈ ആംപ്ലിറ്റ്യൂഡ്സ് ആണ് നോക്കേണ്ടത്. സീക്വൻസ് ഒക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് എന്താ വരിക? -1 -1. അടുത്തെന്താ വരിക? 3 -2. 3 -2 3 + 2 -1 -1. ഓക്കെ, ഇവിടുന്ന് ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് എക്സ് ഓഫ് എൻ എഴുതുക, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ആദ്യം എക്സ് ഓഫ് എൻ എഴുതുക, എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക, സീക്വൻസ് എഴുതുക, -2 1 2 -1 3 എഴുതുക. ഓക്കെ, n = 0 ഇതാണ്, ഇത് n = -2 -1 0 1 2. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സ് ഓഫ് മൈനസ് n എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3, -1, -2, -1, -2. ദെൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഹാഫ് ഓഫ് ഈ സീക്വൻസ് കിട്ടും. ഇതാണ് ആൻസർ വരും. -5/2 1 0 -1 5/2. 0th എലമെന്റിന് താഴെ എന്ത് ചെയ്യണം? ഒരു ആരോ മാർക്ക് കൊടുക്കണം. ഓക്കെ.